ക്രീസിൽ നിലയുറപ്പിക്കാനായി തിലക് ഡോട്ട് ബോളുകൾ വഴങ്ങുന്നത് ഫീൽഡിംഗ് നിയന്ത്രണമുള്ള പവർ പ്ലേ ഓവറുകളിൽ തിരിച്ചടിയാകുന്നുണ്ട് ഇന്ത്യക്ക്. ശുഭ്മാൻ ഗില്ലിനെ ഈ ലോകകപ്പ് ടീമിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട വാദം ഈ ടീമിൽ ഗില്ലിന്റെ റണ്ണേ ബോൾ ആങ്കറിംഗ് ഇന്നിങ്സ് ആവശ്യമില്ല എന്നതായിരുന്നു. ടീമിൽ 8 പേരും ബാറ്റർമാരായതിനാൽ ആങ്കറിംഗ് ഒന്നും വേണ്ട, തുടക്കം മുതലേ അടിച്ചങ്ങ് കളിക്കുക, ആ ഒരു ഇന്റൻഷൻ കാണിക്കുക എന്ന തരത്തിലായിരുന്നു ആദ്യമുള്ള ചർച്ചകൾ. 200+ സ്കോർ പടുത്തുയർത്തുക, ഇതായിരുന്നു ആ സമയത്തെ പ്രധാനപ്പെട്ട സ്വപ്നം, ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തുമ്പോഴുള്ള സ്വപ്നം. എന്നാൽ ലോകകപ്പിലാവട്ടെ തിലക് കളിക്കുന്ന ഇന്നിങ്സുകളാവട്ടെ ഒക്കെയും ശുഭ്മാൻ ഗിൽ കളിച്ചുകൊണ്ടിരുന്ന തരത്തിലുള്ള സെയിം ഇന്നിങ്സുകൾ തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഗില്ലിനെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ആരാധകരൊക്കെയും ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായും ആ ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ നിർണായക സമയങ്ങളിൽ പോലും തിലകിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതില്ലെങ്കിൽ തിലക് അതിന് ശ്രമിക്കുന്നുമില്ല. നെതർലാൻഡ്സുമായുള്ള കളിയിൽ 31 റൺസാണ് തിലകിന് നേടാനായത്. പക്ഷേ ഇതിനായി 27 പന്തുകളാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. 20-30 ഈ ടൂർണമെന്റിൽ പുറത്താകുന്ന പതിവ് തുടർച്ചയായി 4ാമത്തെ കളിയിലും അദ്ദേഹം തെറ്റിച്ചില്ല എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ലോകകപ്പിൽ 6 പന്തിൽ 5 റൺസ്, 25 പന്തിൽ 21 റൺസ്, 24 പന്തിൽ 25 റൺസ്, 28 പന്തിൽ 31 റൺസ് എന്നിങ്ങനെയാണ് തിലകിന്റെ സ്കോറുകൾ. പിന്നെ ഫീൽഡിംഗ് ആണ്. സൂപ്പർ 8ലേക്ക് എത്തുമ്പോൾ ഫീൽഡിങ്ങിലെ പ്രകടനങ്ങളും ഇന്ത്യക്ക് ഒട്ടും ആശ്വാസകരമല്ല. ഇതുവരെ 9 ക്യാച്ചുകൾ കൈവിട്ട ഇന്ത്യ ഈ ലോകകപ്പിലെ 20 ടീമുകളിൽ അയർലാൻഡിന് പിന്നിൽ 10 ക്യാച്ചുകളാണ് അയർലാൻഡ് പിന്നിട്ട് ഡ്രോപ്പ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ മാത്രം 2ാമതാണ്. വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ, അതിനൊപ്പം തന്നെ കുൽദീപ് യാദവ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, അഭിഷേക് ശർമ്മ ഇവരൊക്കെയും നിസ്സാരമായ ക്യാച്ചുകൾ നിലത്തിട്ട് നിരാശപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാച്ച് കൈവിട്ട കുൽദീപിനെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഹാർദിക് പാണ്ഡ്യയും സൂര്യയും ശകാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് റൗണ്ടിൽ ടീമിന്റെ ചെറിയ പിഴവുകൾ പോലും ഇന്ത്യൻ ആരാധകരെ മാത്രമല്ല കളിക്കാരെയും അസ്വസ്ഥരാക്കിയിരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ആ സമയത്തെ ഹാർദിക്കിന്റെ കുൽദീപിനെതിരെയുള്ള ആ വഴക്ക്. അപ്പോൾ അടുത്ത മത്സരങ്ങളിലെങ്കിലും ഇന്ത്യ അതീവ ശ്രദ്ധയോടെ ഈ സൂപ്പർ 8ൽ കളിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴുതുകൾ അടക്കേണ്ടയിടത്ത് അടക്കുക തന്നെ വേണം. ആമിറിന്റെ പ്രവചനത്തെ മറികടക്കണം, കപ്പടിക്കണം.